നമസ്കാരം. വെന്തുരുകുകയാണ് കേരളം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയന്റെ മുഖം പതിച്ച കൂറ്റൻ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് സ്ഥാപിക്കാനുള്ള പണം മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയതാണ്. ആ ഹോർഡിങ്ങിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ലോഡ് ഷെഡിംഗ് എന്ന് പേരില്ലെങ്കിലും സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് KSEB. പുതിയൊരു ഓമന പേര് ഇട്ടിട്ടുണ്ട്: പീക്ക് ലോഡ് മാനേജ്മെന്റ്. പീക്ക് സമയത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം, അതാണ് പീക്ക് ലോഡ് മാനേജ്മെന്റ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനം അധികൃതർ എടുത്തിരുന്നു. പക്ഷേ പവർ എക്സ്ചേഞ്ചിൽ വില യൂണിറ്റിന് 20 രൂപയോളം ആയതുകൊണ്ട് തൽക്കാലം വാങ്ങേണ്ട എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഇനി കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയി നോക്കാം. 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയുമായിരിക്കുമ്പോൾ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരുമായി സംസ്ഥാന സർക്കാർ ഒരു കരാറുണ്ടാക്കി. യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 3 സ്വകാര്യ കമ്പനികളുമായാണ് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDFന്റെ സർക്കാരിൻ്റെ കാലത്ത് കരാറുകൾ ഉണ്ടാക്കിയത്. ജാബുവ പവർ, ജിൻഡാൽ പവർ, ജിൻഡാൽ ഇന്ത്യ തെർമൽ പവർ എന്നീ കമ്പനികളുമായിട്ടായിരുന്നു കരാർ. കരാർ കാലാവധി 25 കൊല്ലമായിരുന്നു. 2016 മുതൽ ഈ കരാർ അനുസരിച്ച് ഇവർ വൈദ്യുതി നൽകി തുടങ്ങി. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ കരാറുകൾ റദ്ദു ചെയ്തു. കരാർ ഏകപക്ഷീയമായി റദ്ദു ചെയ്താലുള്ള നഷ്ടപരിഹാരം അടക്കം നൽകിയാണ് കരാർ റദ്ദു ചെയ്തത്. യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിലുള്ള കരാർ റദ്ദു ചെയ്ത് അതിൻ്റെ ഇരട്ടിയോളം തുക നൽകിയാണ് KSEB ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത്. ഇത് കാരണം 10,000 കോടി രൂപയിലധികം KSEBക്ക് അധിക ബാധ്യത വന്നു. ഹ്രസ്വകാല കരാറുകൾ KSEB ക്ഷണിച്ചെങ്കിലും വൈദ്യുതിക്ക് യൂണിറ്റിന് 9 രൂപ 50 പൈസ, 10 രൂപ 25 പൈസ എന്ന നിരക്കിലും പീക്ക് അവർ നിരക്ക് 14 രൂപയ്ക്ക് മുകളിലുമാണ് കമ്പനികൾ കോട്ട് ചെയ്തത്. അതായത് ഇപ്പോഴുള്ള വൈദ്യുതി ക്ഷാമത്തിൻ്റെ പ്രധാന കാരണം UDF സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ റദ്ദു ചെയ്ത പിണറായി സർക്കാർ നടപടി ഒന്നുകൊണ്ട് മാത്രമാണ്. KSEBക്ക് കോടികൾ ബാധ്യതയുണ്ടാക്കിയ ഈ നടപടിക്ക് പിന്നിൽ സഹസ്ര കോടികളുടെ അഴിമതി നടന്നു എന്നുറപ്പാണ്. 2039 വരെ നമുക്ക് വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാക്കാനുള്ള കരാർ റദ്ദു ചെയ്ത അഴിമതിയുടെ ചൂടും ഇരുട്ടുമാണ് ഈ പവർ കട്ട് വഴി നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബാധ്യതകളെല്ലാം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക്. വൈദ്യുതി ക്ഷാമം രൂക്ഷമാകാൻ പോകുന്നതേയുള്ളൂ. 10 രൂപ 50 പൈസയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് വൈദ്യുതിക്ക് വില കൂടിയ കാര്യം KSEB അറിയുന്നത്. വല്ലാത്തൊരു കഷ്ടം. 10 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഈ നാടിനെ എത്രമാത്രം തകർത്തു തരിപ്പണമാക്കി എന്നതിൻ്റെ വെറുമൊരു ഉദാഹരണം മാത്രമാണിത്.